ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഞാൻ വായിച്ചു. എനിക്ക് സുഖമാണ് മക്കളെ. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അസുഖമൊന്നും വരുത്തല്ലേ എന്ന്. എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെയാണ് മക്കളെ. എല്ലാവർക്കും സന്തോഷം. അതുപോലെ എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ഒരുപാട് മക്കൾക്ക് വിഷമമുണ്ട്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. പിന്നെ എന്താ പറയാൻ വന്നല്ലോ, നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അന്നേരം ഭക്തിയാ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ. ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആദൂരാണ അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ. ഒന്നു ചൊല്ലേണം എന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഈ വണ്ണം അറിയിച്ചൊരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളൊരുദ്യോഗം ആത്മാവിൽ കൈവിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ, ശുദ്ധ ചിത്തൻ വിരക്തൻ വിഷയത്തിൽ. എത്തും ഇന്നു പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഊനം വാര പരിജ്ഞാനവാരിധി മാനിച്ച നൃപനോടരുളി ശുകൻ. ജ്ഞാനിമാരാം മുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന,
കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ ഭാഗവത പാരായണം ദേവി, അതായത് ദാരിക യശോദാമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ തിരിച്ച് കൃഷ്ണനെ അവിടെ കിടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഉച്ചത്തിൽ ഇടിവെട്ടും പോലെ കരഞ്ഞു കുഞ്ഞ്. അങ്ങനെ ഭടന്മാരെല്ലാം ഞെട്ടി ഉണർന്ന് പെട്ടെന്ന് തന്നെ കംസനെ അറിയിച്ചു വിവരം. കംസൻ വന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു. ദേവകി കരഞ്ഞു പറഞ്ഞു, അങ്ങയുടെ സഹോദരിയല്ലേ, അങ്ങല്ലാതെ എനിക്ക് ആരാണ് ആശ്രയം, ഇതിനെ ദാനമായി എനിക്ക് തരൂ, ഇതിനെ കൊല്ലരുതേ എന്നെല്ലാം പറഞ്ഞിട്ട് കേൾക്കാതെ പറിച്ചെടുത്തുകൊണ്ട് പോയി രണ്ട് കാലിലും പിടിച്ച് അയാളുടെ തലയ്ക്ക് മുകളിലേക്ക് ചുഴറ്റി പാറപ്പുറത്ത് തല്ലാനായിട്ട്. നമുക്ക് അവിടെ കൊണ്ട് വായിക്കാം. കാരുണ്യം തുടരാതെ രോഷമോടനുജയെ പാരമച്ചിരികര ഭാഷണങ്ങളും ചെയ്ത് ബാലയെ പുനരവൾ താനിങ്ങ് കൊടാഞ്ഞ് ഉപലോല ചിന്തയാ പിടിച്ചേതും ഒന്നറിയാതെ പറിച്ചു ചരണങ്ങളെടുത്തു തലതൂക്കി പുറപ്പെട്ടു കറുത്ത ഭാവത്തോടും. ദേഷ്യം കറുകറാന്ന് ദേഷിച്ച് പിടിച്ച് പറിച്ച് കാലിൽ തന്നെ പിടിച്ചെടുത്തിട്ട് തല തൂക്കി തല കീഴായി പിടിച്ച് അയാളുടെ തലയുടെ മുകളിലേക്ക് വട്ടം ചുഴറ്റി അങ്ങനെ കറുത്ത ഭാവത്തോട് തെരിക്കന്നോടിക്കൊണ്ടു ചെന്നവൻ അകതാരിൽ സ്മരിച്ചിടാതെ തന്നെ ഭരിപ്പാനായിക്കൊണ്ട് ആശു ശിരസിന്മീതെ പൊങ്ങിച്ചെടുത്തു മുമ്പിൽ കണ്ട പരുത്ത വട്ടശില പുറത്ത് തച്ചിടുവാൻ ചുഴറ്റും നേരത്തങ്ങു പിടിച്ച കരങ്ങളെ വഴുക്കി പരിചോടുവിയത്തെ പ്രാപിച്ചൊരു ചെറുപ്പൈതലെ പരിഭ്രമിച്ചു നോക്കുന്നേരം കറുത്ത മേഘത്തിന് വെറുപ്പു നൽകിയിടിന തനിവും വെത ചതുരാധിക കരങ്ങളിൽ. ചതുരം 4 കൂടുതൽ കരങ്ങൾ, അപ്പോൾ 8 കരങ്ങളാണ്. അതായത് അമ്പും വില്ലും വാളും പരിചയും ശംഖും ചക്രവും അങ്ങനെ എല്ലാം കൂടെ 8 വരും. വാളും പരിചയം എല്ലാം അങ്ങനെ 8 കൈകളാണ്. അത് കറുത്ത നിറമാണ്. കാർമേഘത്തിന് പോലും പറ്റത്തില്ല, അത്രമാത്രം നല്ല കാളിമ നിറത്തിലുള്ള ദേവി. കാളി എന്ന് പറയുന്നത് അതായിരിക്കും, കാളിദേവി. കാരണം കറുകറാന്നുള്ള വേഷമുണ്ടല്ലോ. കാരണം ഈ കംസനെ അത്രമാത്രം ദേഷ്യശല്യ ദേവി. അങ്ങനെ ദേവി മഹാമായ അവിടെ മാറി നിൽക്കുന്ന മേലോട്ട് ചുഴറ്റി ബിയത്തെ പ്രാപിച്ച് അത് ആകാശത്തിലേക്ക് വഴുതി അങ്ങ് മേലോട്ട് പോയി നിൽക്കുന്നു. അപ്പോൾ കാളിമ നിറത്തിലാണ്. അതിനാണ് നമ്മൾ ഭദ്രകാളി എന്നൊക്കെ പറയുമല്ലോ. എനിക്കങ്ങനെ ഞാനിങ്ങനെ അമ്പലത്തിൽ അങ്ങനെ കാളി കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഈ ടി വിയിലൊക്കെ ഇങ്ങനെ നാക്കൊക്കെ നീട്ടി അങ്ങനെ ആയിരിക്കും. 8 കൈകളോടൊക്കെ ചേർന്ന് അമ്പും വില്ലും വാളും പരിചയം എല്ലാം ഉണ്ട്. അങ്ങനെ ആകാശത്ത് നിന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവൻ ഈ കംസൻ ചുഴറ്റി അടുത്ത് അവിടെ മുമ്പിൽ കണ്ട വട്ടശില പാറപ്പുറത്ത് ശിരസിന്മീതെ പൊങ്ങിച്ചെടുത്ത് മുമ്പിൽ കണ്ട പരുത്ത വട്ടശില പുറത്ത് പാറപ്പുറത്ത് തച്ചിടുവാൻ ചുഴറ്റും നേരത്തങ്ങു പിടിച്ച കരങ്ങളെ വഴുക്കി പരിചോട് വിയത്തെ പ്രാപിച്ചൊരു ആകാശത്തിലേക്ക് പോയി ആ കുഞ്ഞ് ദേവിയായിട്ട് നിന്ന്. ചെറുപ്പൈതലേ പരിഭ്രമിച്ച് നോക്കുന്നേരം കയ്യിൽ നിന്നിങ്ങനെ പോയപ്പോൾ അവന് പരിഭ്രമമായി. ഇതെന്താ ഇങ്ങനെ? കറുത്ത മേഘത്തിന് വെറുപ്പു നൽകിയിടിന തനിവും വെത ചതുരാധിക കരങ്ങളിൽ. ചതുരം 4 കൈക്ക് അധികമുണ്ട്, അപ്പോൾ 8 കൈകൾ ഇരട്ടി. ധനുസും ബാണാസി ശർമാദികൾ സുധൃതിയും കണ്ടു പേടിച്ചു വിറച്ച് ഇണ്ടൽ പൂണ്ടരണ്ടേതും മിണ്ടാതെ നിൽക്കും കംസൻ തന്നെ കണ്ട അകതാരിൽ. അപ്പം ഇത് കണ്ടപ്പോൾ കംസൻ അകതാരിൽ ഭയം വന്ന് പേടിയായി വിറച്ച്. ഇതെന്താന്ന് സംഭവിച്ചു? ഇങ്ങനൊരു സംഭവം അതിന് മനസ്സിലേ കണ്ടിട്ടില്ല, ഉള്ളിലില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അയാളെ ഉള്ളെല്ലാം വിറച്ച്, ദേഹമൊക്കെ വിറച്ച് ഭയന്നു പോയി. ഇങ്ങനൊരു സംഭവം, ദേവി ഇങ്ങനെ ആകാശത്തേക്ക് തന്നെ പോയി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ പേടിച്ച് വിറച്ചിണ്ടൽ പൂണ്ട് അരണ്ടേതും മിണ്ടാതെ നിൽക്കും. മിണ്ടാൻ പറ്റാതായിപ്പോയി.
കംസൻ തന്നെ കണ്ട അകതാരിൽ കുണ്ഠത ഒഴിഞ്ഞഴും ഈശ്വരി മായാദേവി കൊണ്ടാടി ചിരിച്ച് ചൊല്ലിയിടിനാൾ. അങ്ങനെ കുണ്ഠത ഒഴിഞ്ഞത് ദേവിക്ക് വല്ല വിഷമമുണ്ടോ? കുണ്ഠത ഇല്ലാതെ, വിഷമമില്ലാതെ സന്തോഷത്തോടു തന്നെ ഈശ്വരി മായാദേവി കൊണ്ടാടി ചിരിച്ച് ചൊല്ലിയിടിനാൾ. സന്തോഷവതിയായിട്ട് ചിരിച്ചു കൊണ്ടാണ്. മറ്റവരുടെ വിറയ്ക്കും. അപ്പോൾ കംസൻ വിറച്ച് മിണ്ടാതെ നിൽക്കുന്ന അത്രമാത്രം ഭീതി, ഭയന്നുപോയി. അപ്പോൾ ദേവി ചിരിച്ച് ഇവനോട് പറയുന്നു, മിണ്ടാതെ നിൽക്കും കംസൻ തന്നെ കണ്ട് അകതാരിൽ കുണ്ഠത ഒഴിഞ്ഞഴും ഈശ്വരി മായാദേവി കൊണ്ടാടി ചിരിച്ചു ചൊല്ലേടിനാൾ. എന്താ പറയുന്നേ? ജളപ്രഭോ നീ എന്നെ കൊൽവാൻ തുടങ്ങിയിടുവാൻ നിമിത്തം എന്തായത്? നിന്നോടെന്തു ഞാൻ പിഴച്ചിതോ ഭോഷ? ജളപ്രഭോ, നീ എന്നെ എന്തിനാ കൊൽവാൻ തുടങ്ങിയത്? എന്ത് നിമിത്തം കൊണ്ടാണ്? നിന്നോട് എന്താ ഞാൻ തെറ്റ് ചെയ്തത് ഭോഷ? ഞാൻ നിനക്കേതും ദോഷം ചെയ്യുവതിനുള്ളോളല്ല, നൂനം ഈ ജഗത്തെല്ലാം പാലിപ്പാനുള്ളോളത്രേ. ഈ ജഗത്തിനെ പാലിക്കാനുള്ളവളാണ് ഞാൻ. നിന്നെ കൊൽവതിനായിട്ട് ഒരിടത്തുണ്ടല്ലോ നിന്നുടെ പൂർവശത്രുവാകിയ നാരായണൻ വന്ന് അവതാരം ചെയ്തിടുവാനാൽ നിനക്കാശു വന്നിടും മരണം. എന്നാൽ അത് നീക്കിയിടുവാൻ നിന്നാലാകുന്നതെല്ലാം ചെയ്കിലും ഒടുക്കത്ത് കൊന്നിടും അവനോടില്ല ആവതു നിനക്കേതും. നിന്നെ കൊല്ലാൻ പൂർവശത്രുവായ കഴിഞ്ഞ ജന്മങ്ങളിലെ ശത്രുക്കളാണല്ലോ നാരായണൻ. ആ ശത്രുവാകിയ നാരായണൻ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. നിനക്ക് ആശു വന്നിടും മരണം. എന്നാൽ അത് നീക്കാൻ നിന്നാൽ എന്തെല്ലാം നീ ചെയ്താലും അത് ഒടുക്കം നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. അന്ന് നിനക്ക് അവനോട് ഒരാപതും വരത്തില്ല. നിന്നാലാകുന്നത് എല്ലാം ചെയ്യലും ഒടുക്കത്ത് നീ എന്തൊക്കെ ചെയ്താലും ഒടുക്കം നിന്നെ കൊന്നിടും. അവനോട് ആവതില്ല. നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവൻ നിന്നെ കൊന്നിരിക്കും. കൊന്നിടും അവനോടില്ലാവതോ നിനക്കേതും എന്നെല്ലാം അരുൾ ചെയ്തു നിന്നീടും. മായാദേവി തന്നെ കണ്ടത് യക്ഷ കിന്നര ഗന്ധർവാദി സർവദേവതകളും സ്തുതിച്ചു നമസ്കരിച്ചാവർ മോദേന സേവിച്ചിടിനാർ വഴി പോലെ. അങ്ങനെ ദേവിയെ കണ്ടിട്ട് യക്ഷകിന്നരന്മാരും എല്ലാ ദേവന്മാരും എല്ലാം സ്തുതിച്ച് മഹാമായായിരിക്കുന്ന ദേവിയെ ആകാശത്ത് ഇങ്ങനെ നിന്നപ്പോൾ ദേവന്മാരെല്ലാം സ്തുതിച്ചു വഴി പോലെ. കേവലം ഭക്തപ്രിയയാകിയ ഭഗവതി ദേവകൾക്ക് അനുഗ്രഹം ചെയ്ത് ഭൂലോകത്തിങ്കൽ 12 നാമത്തോടും 12 നാമത്തോടും ഓരോരോ വേഷത്തോടും ഇങ്ങനെ ദുർഗ, ഭദ്രകാളി, അങ്ങനെ ഓരോരോ നാമത്തോടു കൂടി സരസ്വതി, ഭഗവതി, അങ്ങനെ 12 രൂപത്തിൽ ലോകമെമ്പാടും നമുക്കെല്ലാം പോയി പ്രാർത്ഥിക്കത്തക്കവണ്ണം ഓരോരോ അമ്പലങ്ങളിൽ ഇന്ന രൂപത്തിൽ അങ്ങനെ 12 നാമത്തോടു കൂടി 12 രൂപത്തിൽ ദേവി എല്ലായിടും ഈ ഒരേ മാതാവായ അമ്മ ദേവി പരാശക്തി, അംബിക, ദുർഗ, ചണ്ഡിക, ഭദ്രകാളി, ഇങ്ങനെ എനിക്ക് എല്ലാം പേരൊന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല. ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതാണ്. ഞാനങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒന്നും തന്നെ അറിയത്തില്ല പറഞ്ഞ് അറിയിക്കാൻ. കാരണം കണ്ട് പരിചയമില്ലതൊന്നും. അമ്പലത്തിലൊക്കെ പോയി കാണുവാണെങ്കിൽ ഇതൊക്കെ അറിയാം. ഞാനങ്ങനെ ഒരു അമ്പലത്തിലും അങ്ങനെ പോകാറില്ല. നമ്മുടെ തൊട്ട അമ്പലത്തിലേക്കേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പല പല രീതിയിൽ നമുക്കുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 12 നാമത്തോടും 12 നാമത്തോട് ഓരോരോ വേഷത്തോടും ഓരോ വേഷമാണല്ലോ. ഇപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പം കാളിമ കറുത്ത മുഖമാണല്ലോ. അത് നമ്മളിങ്ങനെ ഈ മൊബൈലിലോ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാക്ക് ചുമക്കനാന്ന് നാക്കൊക്കെ നീട്ടി ഇങ്ങനെ 8 കൈകളും ഒക്കെ ആയി അങ്ങനെ നമ്മൾ കണ്ട് ആരെങ്കിലും വധിക്കാൻ വരുന്നതാണല്ലോ ആ രൂപം. അങ്ങനെ ഓരോ രൂപത്തിലാണ്. വേഷത്തോടും മോദേനെ സേവിപ്പവർക്ക് ആര് സേവിക്കുന്നോ സന്തോഷത്തോടുകൂടി ആര് എങ്ങനെ ദേവിയെ സേവിച്ചാൽ അവർക്ക് ആപത്തെല്ലാമേ തീർപ്പാൻ, നമ്മുടെ എല്ലാ ആപത്തിനെ തീർപ്പാൻ. അന്നേ ഭഗവാൻ പറഞ്ഞു, മഹാമായടുത്ത് പറഞ്ഞു, വിഷ്ണുമായ ഇതുപോലെ അവതരിക്കണം, ഈ ഭൂമിയിൽ വേറെ ആവശ്യങ്ങളുണ്ട്. അതിതാണ് സംഭവം. ഈ കംസന് കാട്ടിക്കൊടുക്കണം കൃഷ്ണന് പകരം. അപ്പോൾ ദേവി അവിടെ ഒരേ സമയത്ത് കൃഷ്ണൻ ജനിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ യശോദയിൽ ഈ കുഞ്ഞും അവിടെ ജനിക്കണം. അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി
അവതരിച്ചത്. അപ്പോൾ കൃഷ്ണനെ മാറ്റിയിട്ട് ഇതിനെ അവിടെ കാണിച്ചു കൊടുക്കണം. ദേവി അങ്ങ് അപ്രത്യക്ഷമായി പോകും മേലോട്ട് അവൻ്റെ കയ്യിൽ നിന്ന്. അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവിടെ വേറെയും പല ആവശ്യങ്ങളുണ്ട് ഭൂമിയിൽ. എല്ലാ ജനങ്ങൾക്കും ആപത്ത് നീക്കി ആര് സേവിക്കുന്നോ അവർക്കൊക്കെ ആപത്ത് മാറ്റി നന്മ പകരാൻ ജഗത്തിലെല്ലായിടവും പല രൂപത്തിലും പല നാമത്തിലും വേഷത്തിലൊക്കെ വന്ന് ഇങ്ങനെ അവതരിച്ച് വേണമെന്നാണ് ഭഗവാൻ അന്നേ പറഞ്ഞ് നമ്മൾ വായിച്ചായിരുന്നല്ലോ. മോദേന സേവിപ്പവർക്ക് ആപത്തെല്ലാമേ തീർപ്പാൻ മേവിനാൾ ബഹുജന പൂജകൾ പരിഗ്രഹിച്ചീവണ്ണം മായാദേവി താൻ അരുൾ ചെയ്തു കേട്ടും മാതാവിൻ മഹാരൂപ ജ്യോതിരാഭകൾ കൊണ്ടും ചേതസി ഭയം കലർന്നീറിന വിചാരത്താൽ താനുടൻ അവിടെ ചെയ്തിടിന ദുരാകൃതി മാനമെപ്പേരും പിഴയെന്ന് തോന്നുകയാലേ. അങ്ങനെ ഈ ദുരാകൃതിയൊക്കെ അവനിപ്പോൾ തോന്നി, കംസനൊന്നും ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന്. കാരണം 8ാമത്തെ പുത്രനെന്ന് പറഞ്ഞിട്ട് അശരീരി പറഞ്ഞിട്ട് ഇപ്പോൾ പുത്രനല്ല പുത്രിയായി. അപ്പോൾ ഇതൊന്നും വെറുതെ ആയിപ്പോയല്ലോ എന്ന് അവനൊരു ഉള്ളിലൊരു വിഷമം തോന്നുന്നു ഈ കംസന്. അവിടെ ചേതസി അവന് ഭയം കലർന്നീറിന വിചാരത്താൽ താനുടൻ അവിടെ ചെയ്തിടുന്ന ദുരാകൃതി മാനമെപ്പേരും പിഴയെന്ന് തോന്നുകയാൽ ഇതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ, ഇതെല്ലാം എൻ്റെ കയ്യിലെ കുഴപ്പമായിപ്പോയി, തെറ്റ് ചെയ്തു പോയല്ലോ, 6 കുഞ്ഞുങ്ങളെ വധിച്ചു. ഇത് ഒന്ന് ഏഴാമത്തത് നമുക്കറിയാം രോഹിണിയിലേക്ക് മാറ്റം ചെയ്തതാണ്. അത് കംസൻ അറിഞ്ഞൂടാ. കുഞ്ഞ് ഉള്ളിക്കിടന്ന് മരിച്ചു പോയെന്ന് അറിയാം. ഇപ്പോൾ 8ാമത്തെ പുത്രന് പകരം പുത്രിയായി. ഇപ്പോൾ ഇതെല്ലാം അശ്ലീരി പറഞ്ഞൊക്കെ വെറുതെ ആണല്ലോ എന്ന് കരുതിയിട്ട് അവന് വിഷമമുണ്ടായി, ഭയമൊക്കെ ഉണ്ടായി. ഇനി എന്താ സംഭവിക്കുക? കാരണം ദേവി പറഞ്ഞു, നിൻ്റെ ശത്രുവാകിയ നാരായണൻ അവതരിച്ചിട്ടുണ്ട്, നിനക്ക് അവനാൽ ഒരു കാര്യം നിന്നിൽ സാധ്യമല്ല, അന്ന് അവൻ നിന്നെ കൊന്നിരിക്കും എന്ന് പറയുമ്പോൾ അതും ഭയവുമായി. അപ്പോൾ അങ്ങനെ ചേതസി ഭയം കലർന്നീറിന് വിചാരത്താൽ താനുടൻ അവിടെ ചെയ്തിടിന് ദുരാകൃതിമാനമെപ്പേരും പിഴയെന്ന് തോന്നുകയാലേ വേഗേന പുനരങ്ങ് ചെന്നുതൽ സ്വസ്വാവായ അതായത് സഹോദരിയുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു. ഇതെല്ലാം ചെയ്തിട്ട് തെറ്റായി പോയല്ലോ, ഇവരോട് ചെയ്തൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, ഇവിടെങ്ങും നാരായണൻ വന്ന് അവതരിച്ചില്ല, വേറെ എവിടെയോ ആണല്ലോ. ഇങ്ങനെ സ്വസ്വാവായ തൽ സ്വസ്വാവ വെച്ചാൽ അയാളുടെ സഹോദരിക്കാണ് ഇങ്ങനെ പറയാം. തൻ്റെ കംസൻ്റെ സ്വസ്വാവായ നാഗഗാമിനിയെയും മാനുഷാത്മജനെയും പാദപാണികൾ ബന്ധപ്പെടുത്തത് അഴിച്ചുവിട്ടാദരപൂർവ്വം മുതിർന്നീവണ്ണം ചൊല്ലിയിടിനാൾ അതായത് ചങ്ങലയൊക്കെ അഴിച്ചു കളഞ്ഞു. പിന്നെ സഹോദരിയുടെയും വസുദേവരുടെ എല്ലാം ചങ്ങല പാദപാണികൾ കയ്യിൽ കെട്ടും കാലിലെ ബന്ധനമൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് ആദരപൂർവ്വം മുതിർന്ന് അവരോട് പറയുന്നു. ഇപ്പം ആദരവുണ്ട്, ഭയപ്പാടായി. ദേവി ഇത്രയും പറഞ്ഞപ്പോൾ അവരോട് കൃപ തോന്നുന്നു, അവരോട് ചെയ്തെല്ലാം തെറ്റായി പോയല്ലോ എന്നൊരു കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളോട് ഓരോ വിധം ദുഷ്ടകർമ്മങ്ങൾ ചെയ്തേനല്ലോ ഞാൻ ബലാൽ തന്നെ. നിങ്ങൾ ചെയ്തെല്ലാം തെറ്റായി പോയല്ലോ, ദുഷ്ടകർമ്മങ്ങളായി പോയല്ലോ. രക്ഷസാമൃത്യ കൈക്കൊണ്ടുണ്ടായ ബാലന്മാരെ തൽക്ഷണം 6 പേരെ തച്ചു കൊന്നൊടുക്കിനീൻ. ഇങ്ങനെ രാക്ഷസവൃത്തി കൈക്കൊണ്ട് ഞാനിങ്ങനെ ബലാൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുപോയല്ലോ. കശ്മലൻ അയാൾ തന്നെ പാപിയാണെന്ന് പറയാം. അയാൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് അയാൾ തന്നെ ഞാൻ പാപിയായിപ്പോയല്ലോന്ന്. തൽക്ഷണം 6 പേരെ തച്ചു കൊന്നൊടുക്കിനീൻ. കശ്മലൻ മഹാപാപി ഞാനിഹ ധരിത്രിയിൽ ദുശീലൻ ജീവൻ മൃതൻ അത്യന്തം ബ്രഹ്മഹത്യാവൃത്തനാം അവനിൽ ഉത്തുംഗ മഹാപാപി. ബ്രഹ്മഹത്യ ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള മഹാപാപിയായിപ്പോയല്ലോ. വർത്തകൻ അസജ്ഞനാഗ്രേസരൻ സദ്വേഷകൻ കണ്ടാൽ കഴുകണം എന്നെ എന്നറിഞ്ഞാലും ആര് കണ്ടാലും ഒരു കണ്ണ് കഴുകണം, അത്ര ദുഷ്ടനായി പോയല്ലോ എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ട് അതിൽ വിശേഷിച്ചും ഉണ്ടായിട്ടുണ്ടൊരു ചിത്രം. അതിനെ ഒരു ഇതിനകത്ത് അത്ഭുതം എന്താ, ഇത് പരമാർത്ഥമാണെന്ന് കരുതിപ്പോയെന്നാ ഇനി പറയാൻ പോകുന്നത്. അയാളെ ആര് കണ്ടാലും അവരുടെ കണ്ണ് കഴുകണം. അതിൽ വിശേഷിച്ചും ഉണ്ടായിട്ടൊരു ചിത്രം. എന്താ? പണ്ടുണ്ടോ പരമാർത്ഥമെന്ന് ദേവാദികൾ കൊണ്ടാടി പറഞ്ഞിട്ടു കേളിയും അതിൻ കീഴിൽ. പരമാർത്ഥമാണെന്ന് കരുതുന്ന ദേവന്മാർ പറഞ്ഞെല്ലാം ശരിയാണെന്ന് കൊണ്ടാടി പറഞ്ഞിട്ട് കേളിയും അതിന് കീഴിൽ കണ്ടിക്കാർ കുഴലാളാം നിന്നെ പണ്ടിവൻ വേട്ടുകൊണ്ടുപോരുമ്പോൾ ആ ശരീരി താൻ തെരുതരെ 2-3 ചൊല്ലിക്കേട്ടതിനവൾ. അതായത് ഈ ദേവകയും കൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ട് പോയപ്പോൾ അശരീരി പറഞ്ഞ വാക്കാ ഇവൻ പറയുന്നത്. കണ്ടിക്കാർ കുഴലാളാം ദേവകിയെ നിന്നെ പണ്ടിവൻ, അതായത് ഈ
വസുദേവർ കല്യാണം കഴിച്ചിട്ട് പോയപ്പോൾ തെരുതരെ അശരീരി തെരുതരെ 2-3 ചൊല്ലി കേട്ടത് നിവൾ പെറ്റിട്ടുണ്ടാകും 8-ാം പുമാനെന്നും അക്കുമാരനാൽ ഉണ്ടാമേ മൃതി നിനക്കെന്നത് 2 ഭോഷ്കായ്. അങ്ങനെ ഇത് 2 കള്ളത്തരമായി പോയല്ലോ. ഭോഷ്കായ് എന്ന് വെച്ചാൽ ആ 8ാമത്തെ പുത്രൻ പുത്രിയായി. അങ്ങനെ നോക്കുമ്പോൾ ഇത് കള്ളത്തരമാണ് ഈ അശരീരിയുടെ വാക്ക്. പണ്ടേ ദേവന്മാരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. 2-3 ചൊല്ലിക്കേട്ടത് നിവൾ ദേവകി പെറ്റിട്ട് ഉണ്ടാകും 8-ാം പുമാനെന്നും ആ കുമാരനാൽ ഉണ്ടാമേ മൃതി നിനക്കെന്നിത് 2 ഭോഷ്കായ് കണ്ടതി പ്രജ പെണ്ണായി ചമഞ്ഞ മൂല ഇപ്പോൾ ദേവവാക്യങ്ങൾ പരമാർത്ഥമെന്നോർത്തിട്ടത്രേ നിർവഹിച്ചിതു ഞാനും ഇത്തരം ദുഷ്കർമ്മങ്ങൾ. ഇത് അങ്ങനെ ഞാൻ വിശ്വസിച്ചു പോയി. 8ാമത് പ്രസവിക്കുന്ന കുട്ടി എന്നെ കൊല്ലും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊക്കെ കേട്ട് വിശ്വസിച്ചു. ഇപ്പോൾ ഇത് പ്രജ പെണ്ണായി, അതുകൊണ്ട് ഇത് പരമാർത്ഥം എന്നോർത്തു പോയി. ഞാൻ ഇതൊക്കെ തെറ്റായിപ്പോയി. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഈ ദുഷ്കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ ചെയ്തത്. ചെയ്വതും ചെയ്യിപ്പതുമെല്ലാം ഈശ്വരനത്രേ സർവരും കർമ്മഫലം ഭുജിച്ചിടുന്നു നിത്യം. ആരെയും തത്തൽ കർമ്മഭേദങ്ങൾ ഒഴിഞ്ഞാരാകിൽ ഒരു വസ്തു ചെയ്യുകയില്ല ഒരിക്കലും. ധാതാവ് പുരാ കർമ്മമോർത്തു കണ്ടതിനനുഭൂതകന്മാരായി കൽപ്പിച്ചിടുന്നു ജന്തുക്കളെ. ദേഹികൾ താൻ ചെയ്ത പൂർവകർമ്മങ്ങൾ അറ്റാൽ ദേഹത്തെ ത്യജിക്കെന്നു വന്നിടും. അതിന് ഓരോ ഹേതുക്കൾ കൂടെ തന്നെ കൽപ്പിച്ചെന്നാലും പരിഭൂതബാധകളായി വന്നിടുന്നു മരിക്കുമ്പോൾ. പാരതിലതിനെ നീക്കാവതല്ലോർത്താൽ ഉലകീരേഴും സൃഷ്ടിച്ചു കാത്തഴിക്കും നാഥന്മാർക്കും. ഈ കർമ്മഫലങ്ങൾ മാറ്റാൻ പറ്റുകയില്ല. അത് ഈരേഴും സൃഷ്ടിച്ച് കാത്തഴിക്കുന്ന നാഥന്മാർക്ക് പോലും പറ്റില്ല. നമ്മുടെ കർമ്മഫലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ രീതിയിൽ അവിടെ ഉചിത സ്ഥാനങ്ങളിൽ നമ്മളൊന്ന് ജനിക്കുന്നു കർമ്മഫലം അനുഭവിക്കാൻ. അതുകൊണ്ട് അതിനെ നീക്കാവതല്ല ഓർത്താൽ ഉലകീരേഴും സൃഷ്ടിച്ചു കാത്തഴിക്കും നാഥന്മാർക്കും പോലും പറ്റത്തില്ല. ഈ 14 ലോകം കാക്കുന്ന ദേവൻ പരമാത്മാവിന് പോലും ഇത് മാറ്റാൻ പറ്റുകയില്ല. മനുഷ്യൻ്റെ കർമ്മവാസന, കർമ്മം ചെയ്തതിൻ്റെ ഫലം അതനുഭവിച്ചേ പറ്റൂ. ആകയാൽ നിങ്ങൾക്കുണ്ടായി വന്ന ബാലന്മാരെല്ലാം ഏകനാം എന്നാൽ മരിക്കുന്നുണ്ടു വിധിമത. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ഈ കുട്ടികളെല്ലാം ഏകനാം എന്നാൽ ഞാനായ ഒരുത്തൻ തന്നെ, ഞാൻ തന്നെ, എന്നാൽ തന്നെ ഈ ഇത്രയും പേരും എൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കണമെന്ന് വിധിമതമുണ്ട്. കേവലം എന്നാൽ ഇങ്ങു നമ്മുടെ ചെറിയവ ചാവതിനായിട്ടത്രേ ഭൂമിയിൽ പിറന്നത്. തങ്ങളാൽ ചെയ്യപ്പെട്ട പുണ്യപാപങ്ങളെല്ലാം അങ്ങുമിങ്ങും നിന്ന് അനുഭവിപ്പാൻ ഈ ജന്തുക്കൾ തങ്ങൾ അന്യുഹം ഉചിത സ്ഥാനങ്ങൾ തത്തതുചിത അവരവർ ഇഷ്ടമുള്ള സ്ഥാനങ്ങളിൽ നമുക്കിപ്പം നമ്മുടെ കർമ്മഫലം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചൊരു യോനിയിൽ നമുക്ക് തന്നെ വന്ന് ജനിക്കാം. നമ്മുടെ ഫലം അനുസരിച്ചാണ്. ഒരു പുണ്യവാനാണ് ജന്മം എടുക്കണമെങ്കിൽ നല്ലൊരു പുണ്യ പിതാവിൻ്റെയും ഗൃഹത്തിൽ വന്ന് അവരുടെ ശരീരത്തിൽ അവരുടെ ഉള്ളിൽ നമ്മൾ വരും. അതിൽ ഒരു ദുഷ്കർമ്മിയാണെങ്കിൽ പാപികളെ ഗൃഹത്തിൽ അവരുടെ യോനിയിൽ വന്ന് പിറക്കാം. അതുകൊണ്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ തന്നെയാണ് അങ്ങനെ വരുന്നതെന്നാണ് അയാൾ പറയുന്നത്. സത്യം അത് തന്നെയാണ്. അതുകൊണ്ട് ഉചിത സ്ഥാനങ്ങളിൽ ഇങ്ങനെ ജനിക്കുകയും ചാകുകയും ചെയ്യുന്നു പോൽ മഞ്ഞിടത്തിങ്കൽ ശരീരങ്ങൾ ഉള്ളിൽ ചേർന്ന് നിന്നിടും അഹമ്മതി വേറായി ചമവോളം മണ്ണുകൊണ്ട് അനുകൃത പാത്രവർണ്ണങ്ങൾ ഇവ നിർണയം ജീവാത്മാവിനില്ല ഒരിക്കലും നാശം. നമ്മളെല്ലാവരും മണ്ണുകൊണ്ട് പഞ്ചഭൂതം എല്ലാം നോക്കും. നമ്മളിവിടെ മണ്ണുകൊണ്ടാണല്ലോ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ ശരീരം. അതിനകത്ത് മണ്ണുകൊണ്ട് അനുകൃത പാത്രവർണ്ണങ്ങൾ ഇവ നിർണയം ജീവാത്മാവിനില്ല ഒരിക്കലും നാശം. അവിടെ ആത്മാവിന് നാശമില്ല, ശരീരമേ നശിക്കുന്നുള്ളെന്ന് കംസൻ ഇപ്പം വേദോതി കൊടുക്കുന്നു. അതുകൊണ്ട് മണ്ണുകൊണ്ട് അനുകൃത പാത്രവർണ്ണങ്ങൾ ഇവ നിർണയം ജീവാത്മാവിനില്ല ഒരിക്കലും നാശം. ജീവാത്മാവെന്നും പരമാത്മാവെന്നിതു രണ്ടും കേവലം ഏകം പരമാനന്ദ അമൃതം പരം. ഭേദമേതുമേയില്ല ഞാനെന്നും പരനെന്നും ഭേദമുള്ളവരത്രേ ഭേദങ്ങൾ ചൊല്ലുന്നതും. സാധുക്കൾക്ക് അകതാരിലില്ല ഒരു ഭേദം, മഹാബോധികൾക്ക് അവർക്ക് ജന്മാതി ദുഃഖവുമില്ല. സാധുക്കൾക്ക് അകതാരില്ല ഒരു ഭേദം. ഞാനെന്നും എൻ്റേതെന്നും നീയെന്നും നീ എന്നുള്ള ഭേദം സജ്ജനങ്ങൾക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബോധികൾക്ക് അവർക്ക് ജന്മാതി ദുഃഖം, അങ്ങനെയുള്ളവർക്ക് ജന്മത്തിലുള്ള മരണങ്ങളിലുള്ള ദുഃഖവുമില്ല, ജനന മരണമുള്ള ദുഃഖവുമില്ല.
സാധുക്കളായ ഭക്തന്മാർക്ക് യഥാർത്ഥ ഒരു സന്യാസിക്ക് ഒരു വിദ്വാന് ഞാൻ നീ എന്നുള്ള മമത ഭേദമില്ല. അതുകൊണ്ട് സാധുക്കൾക്കകതാരിലില്ല ഒരു ഭേദം, മഹാബോധികൾ അവർക്ക് ജന്മാതി ദുഃഖവുമില്ല. നീതികളിവയെല്ലാം എന്തിനു വളരെ ഞാൻ ഓതിയിടുന്നതോ സർവബോധികളല്ലോ നിങ്ങൾക്ക് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ബോധികളല്ലോ, വിദ്വാൻമാരല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളവരാണല്ലോ. നിങ്ങൾക്കുണ്ടായ ബാലന്മാരെ ഞാൻ കൊല്ലുകയല്ല, തങ്ങളാൽ ചെയ്യപ്പെട്ട പാപത്താൽ അവരെല്ലാം ഇങ്ങു വന്നിവിടെ അമ്മാറുടൻ ജനിച്ചു നിന്നങ്ങനെ ഞാൻ കൊല്ലേണമെന്നുണ്ടോ വിധിമതം? മുന്നമേ പുനരതോർത്തെന്തിനു ദുഃഖിക്കുന്നു? വന്നുകൂടുന്നത് അനുഭവിക്കുന്നതേ വരൂ. ആർക്കുമില്ലൊന്നും വരുത്താവതല്ല ഉലകതിൽ, ഓർക്കിലൊക്കെയും മായ വൈഭവമത്രേ നൂനം. ഇതെല്ലാം ഇങ്ങനെ വന്ന് സംഭവിക്കണമെന്നുണ്ട്. അവരുടെ വിഷമം പിതാവിനെയും മാതാവിനെയും ഇങ്ങനെയൊക്കെ വിധിയാണ് ഇതൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുക കംസൻ. അവരോട് ക്ഷമിക്കാനും നല്ല കാര്യങ്ങളൊക്കെ ഇപ്പം ബോധം വന്ന് ഇതൊക്കെ ചെയ്ത് വെറുതെ ആയിപ്പോയല്ലോ, ഞാൻ പാപിയായിപ്പോയല്ലോ ചെയ്തെല്ലാം തീർന്നിട്ട്. അതുകൊണ്ട് ഇത് വിധിമതമാണ്, ഇതെല്ലാം കർമ്മവാസനയാണ്, അത് ഈശ്വരന് പോലും മാറ്റാൻ പറ്റുകയില്ല. കാര്യമൊക്കെ ശരിയാ, ഈശ്വരന് പോലും അവരവരുടെ കർമ്മവാസന മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ വസുദേവരോടും ദേവകിയോടും അത്രമാത്രം കേണ് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നു. നമുക്കിനി അടുത്ത ദിവസം വായിക്കാൻ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.